ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റൈഡ് വീട്ടിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ അകലെയുള്ള ഒരു തൂക്കുപാലത്തിലേക്കാണ്. അപ്പോൾ അതിരാവിലെ തന്നെ സൈക്കിളൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ റൈഡ് പോവുകയാണെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവുന്നുണ്ടാകും. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള ഗ്രാമവീഥികളിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പറയേ വേണ്ട. നമുക്കൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തലേദിവസം പല പ്രശ്നങ്ങളായിട്ടും വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ടാവുക. ചിലപ്പോൾ ജോലി സ്ഥലത്തെ സ്ട്രെസ്സും കാര്യങ്ങളാവാം, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെയും ഉള്ള ആളുകളൊക്കെ ആയിരിക്കാം. പിറ്റേ ദിവസം അതിരാവിലെ എണീറ്റിട്ട് നമ്മൾ അതേ സ്ട്രെസ്സും അതേ ഓർമ്മകളുമായിട്ടാണ് അന്നത്തെ ദിവസം തുടങ്ങുന്നതെങ്കിൽ ഒന്നുറപ്പിച്ചോ, നിങ്ങളുടെ അന്നത്തെ ദിവസം തന്നെ പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി തിരഞ്ഞെടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. സൈക്ലിങ്ങോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യൂ പോയിന്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബീച്ച് സൈഡിലൊക്കെ പോയി നിൽക്കുക, പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി നിൽക്കുകയാണെങ്കിൽ അവിടെ ശുദ്ധമായ വായുവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷായി അന്നത്തെ ഒരു ദിവസം നമുക്കൊരു പുതിയൊരു മനുഷ്യനാവാൻ കഴിയും. നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ കുറച്ച് സമയം ചെലവിടുകയാണെങ്കിൽ. അപ്പോൾ അതേ നമ്മൾ മുറ്റിച്ചൂർ പാലത്തിൻ്റെ കേട്ടാ. എൻ്റെക്കും ചെറുപ്പകാലത്ത് ഏകദേശം ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കാലം വരയ്ക്കും ഇവിടേക്കും കടത്തുകളായിരുന്നു. ഇക്കരെ നിന്ന് അക്കരയ്ക്ക് പോകാനായിട്ട് ജങ്കാറുകൾ, വഞ്ചികളൊക്കെയാണ് ആശ്രയിച്ചിരുന്നത്. ഈ ജങ്കാറുകളിൽ കാറുകളും അതേപോലെ തന്നെ ചെറിയ മിനി ബസ്സുകളും ബൈക്കുകളൊക്കെ കയറിയിട്ട് അപ്പുറത്തേക്ക് പോകും. അതായിരുന്നു പാലം വന്നോടുകൂടിയിട്ട് അങ്ങനെയുള്ള സർവീസും കടത്തുകളൊക്കെ നിന്നുപോയി. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ വളരെ രസകരമായിരുന്നു. ഇക്കരെ നിന്ന് അക്കരയിലേക്ക് പോകാൻ 50 പൈസയും കൊടുത്താൽ മതി സൈക്കിളിലൊക്കെ കയറ്റി വെച്ചിട്ട് അങ്ങോട്ട് കിടക്കാനായിട്ട്. നിങ്ങളുടെയും ഇപ്പോഴുള്ള ജനറേഷനൊക്കെയും അതറിയോ, അല്ലെങ്കിൽ മുന്നുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ അത് അറിയാൻ പറ്റും. ഈ കടത്ത് കടന്നു പോകുന്നതൊക്കെ വളരെ രസകരമായുള്ളൊരു യാത്രയായിരുന്നു അതൊക്കെ. ഇപ്പം അതൊക്കെയും പോയി അങ്ങനെ ഈ പാലം വന്നു. റൈഡ് പോകുന്ന വഴികളിൽ ഇതേപോലെ പാലം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിർത്തി അതിൻ്റെ താഴത്തേക്ക് ഒന്ന് വെറുതെ നോക്കിയില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനമില്ല. അപ്പോൾ ഇവിടേക്കും വള്ളംകളിക്ക് നടക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മത്സരക്കും കാണാൻ പറ്റുന്നുണ്ടോ. കണ്ടശങ്ങളൊന്ന് തുടങ്ങുന്നതാണ്. ഈ കൊല്ലം ഉണ്ടായില്ല. 2024 വയനാടിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് വള്ളംകളി മാറ്റി വെച്ചു. പിന്നെ അത് തുടർന്നുണ്ടായില്ല. കാഴ്ചകളൊക്കെ കണ്ടു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ വീണ്ടും നമ്മുടെ റൈഡ് തുടങ്ങുകയാണ് ഗൈസ്. സൈക്കിൾ റൈഡിൽ നമ്മൾ അത്യാവശ്യം കയ്യിൽ കരുതേണ്ട ഒരു സംഭവമാണ് കുടിക്കാനുള്ള വെള്ളം. നമുക്ക് റൈഡിന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ പകുതിക്കും വെച്ചിട്ട് ഒരുപാട് ദാഹം തോന്നാം, ക്ഷീണം തോന്നാം. അപ്പോൾ നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് നികത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വാട്ടർ കിയോസ്കുകളാണ് നമ്മുടെ ഏക ആശ്രയം. ഈ വാട്ടർ കിയോസ്ക് തികച്ചും ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് നമ്മുടെ ഗവൺമെൻറ് ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം ഈ വാട്ടർ കിയോസ്ക്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ള പ്രശ്നം ഈ വേനൽക്കാലമായ രൂക്ഷമാവും ഇത്തരം പ്രദേശങ്ങളിലൊക്കെ. ഒരുപാട് ആളുകൾക്ക് ഈ വാട്ടർ കിയോസ്ക് ഒരാശ്വാസമായിട്ടുണ്ട്. കാരണം പുറമേന്നൊക്കെ ഒരു 2 ലിറ്റർ വെള്ളം അല്ല 5 ലിറ്റർ വെള്ളമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കണം? 1 ലിറ്റർ ബോട്ടിലിന് 20 രൂപ വരെ ഈടാക്കുന്നുണ്ട്. അതും വലിയ വലിയ കൊക്കക്കോള, പെപ്സി പോലത്തെ കമ്പനികളൊക്കെ. അപ്പോൾ സാധാരണക്കാരന് വേണ്ടിയിട്ട്, അതും തണുത്ത വെള്ളമാണ് കേട്ടോ. ചിലപ്പോൾ അവിടെ ഒഴിഞ്ഞ് കിടന്നിരുന്ന കിണർ, വൃത്തികേടായിട്ട് കിടന്ന കിണർ, അതൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെ ആവും, അല്ലെങ്കിൽ പുതിയ കിണർ കുത്തിയിട്ടാവും ഇത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് വളരെ ആശ്വാസമാണ്. അപ്പോൾ ഏത് ഗവൺമെൻറ്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയാലും ശരി, സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഈ പദ്ധതി അത് ശരിക്കും ജനങ്ങൾക്ക് ഉപകാരം തന്നെയാണ്. ഞാൻ എൻ്റെ കൺമുന്നിൽ തന്നെ കണ്ടിട്ടുണ്ട്. പലരും വന്നിട്ട് ബോട്ടിലുകളിലും അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം, അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ട് വലിയ ബോട്ടിലുകളൊക്കെ കൊണ്ടുവന്ന് 5 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളമൊക്കെ കൊണ്ടുവന്നത് കണ്ടിട്ടുണ്ട്. തണുത്ത വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ ഉപകാരമാണ്. അപ്പോൾ ഏത് ഗവൺമെൻറ് ചെയ്താലും അവർക്കൊരു ബിഗ് താങ്ക്സ്. അപ്പോൾ നമ്മുടെ നാട്ടിക SM കോളേജ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കഷ്ടി ഒരു 200 മീറ്റർ പോയിട്ട് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷൻ എത്തുണ്ടാ. രാവിലെയുള്ള റൈഡുകളിലൊക്കെ എൻ്റെ സ്ഥിരം കാഴ്ചയാണ് വയസ്സായ കാരണവന്മാർ ഇതേപോലെ ചായപ്പീടികയിലും അതുപോലെ പീടിക തിണ്ണയിലൊക്കെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടും ബീഡി വലിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് നാട്ടുവിശേഷമൊക്കെ പറഞ്ഞവരിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതെവിടെയും കണ്ടില്ലേ 1-2 കാരണവന്മാരൊക്കെ ഇരിക്കുന്നത്. വളരെ രസകരമായുള്ള സംഭവമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷൻ തന്നെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചമ്മാപ്പള്ളിയിലുള്ള, അല്ല നാട്ടിക വഴി കൂടി പോകാം. അപ്പോൾ ഞാൻ നാട്ടിക വഴി കൂടിയാണ് വന്നുള്ളത്. നാട്ടികയിലുള്ള തൂക്കുപാലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊറോണ സമയത്ത് ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പാലം മെയിൻ്റനൻസ് ആയിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെയധികം കാലം അങ്ങനെ തന്നെ മെയിൻ്റനൻസ് ആയിട്ട് ഇട്ടിരുന്നു. ആർക്കും ഈ വഴി പോകാൻ പറ്റിയിരുന്നില്ല. അപ്പം അന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണല്ലോ ഞാൻ സൈക്കിൾ പർച്ചേസ് ചെയ്തിരുന്നത്, എൻ്റെ മുന്നുണ്ടായിരുന്ന MTB ബൈക്ക്. അപ്പം അത് ഈ പാലത്തും കൂടെ അത് ചവിട്ടി പോകണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇന്ന് ആണ് എനിക്കതിനുള്ള ഒരു അവസരം കിട്ടിയത്. ഞാൻ ഈ പാലത്ത് കൂടെ ഇങ്ങനെ ആസ്വദിച്ച് ചവിട്ടി അപ്പുറത്തേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇക്കരെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. കയാക്കിങ്, അതുപോലെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വായു നമുക്കപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടലുകളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കയാക്കിങ്ങും അതുപോലെ അത്യാവശ്യം അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇവിടെ അതിന് പറ്റിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. കയാക്കിങ്ങിന് പറ്റിയ ബോട്ട്, അതുപോലെ തന്നെ നമുക്ക് ചവിട്ടി പോകാൻ പറ്റുന്ന, പെഡൽ ചെയ്ത് പോകാൻ പറ്റുന്ന ബോട്ട്, അതേപോലെ കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നടത്താം. അതല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ടൊരു യാത്രയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഒരു ഫൈബർ ബോട്ടൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ വരാൻ വെച്ചെങ്കിൽ ഇവിടെ നമുക്ക് ചില്ല് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മൾ തൃപ്പയാർ ക്ഷേത്രത്തിൻ്റെ വഴി കൂടെ നമുക്ക് വരാൻ കഴിയും. ആ തൃപ്പയാർ വഴിക്ക് എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ നാലമ്പലം, അതേപോലെ തന്നെ കർക്കിടക മാസത്തിലാണ് നാലമ്പലക്കും തൊഴാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ
പലർക്കും ചിലപ്പോൾ ഇത് അറിഞ്ഞു വരുന്നുണ്ടാവുള്ളൂ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് തൃപ്പയാറ് കൂടി ചെമ്മാപ്പള്ളി കൂടി വരാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾ സ്നേഹതീരം അതേപോലെ നാട്ടിക ബീച്ചൊക്കെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതും ഇതിന് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം വരാൻ കഴിയും, നാട്ടിക വഴി വരാൻ കഴിയും. അതേപോലെ തന്നെ തൃപ്പയാറ് ചെമ്മാപ്പള്ളി വഴി കൂടി വരാൻ കഴിയും. അപ്പോൾ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് ഈ തൂക്കുപാലം. കായലും കയാക്കിങ്ങും അതേപോലെ തന്നെ നല്ല ഫുഡൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. മാത്രമല്ല നിങ്ങൾക്ക് നല്ല ഫോട്ടോഷൂട്ട്, മറ്റേ വെഡ്ഡിങ്ങിനുള്ള ഫോട്ടോഷൂട്ട് കാര്യങ്ങൾക്ക് നടത്തിയിട്ട് സേവ് ദ ഡേറ്റിനും പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് ഈ തൂക്കുപാലം. അതുപോലെ സൈക്കിൾ റൈഡേഴ്സൊക്കെ ആണെങ്കിൽ അതിരാവിലെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൺറൈസൊക്കെ കാണാം. അതുപോലെ ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. മാത്രമല്ല കയാക്കിങ്ങൊക്കെ ഉണ്ട്. എല്ലാവർക്കും അതിലേക്ക് വരാം, കയാക്കിങ് പോലുള്ള ആക്ടിവിറ്റീസിലേക്ക് വരാനും അത് അവിടെ പഠിച്ചെടുക്കാനൊക്കെ നമുക്ക് പറ്റും. അവധി ദിവസങ്ങളിലും അതുപോലെ തന്നെ ഞായറാഴ്ചകളിലും ഇവിടെ നല്ല തിരക്കായിരിക്കും, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കയാക്കിങ് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവ് ദിവസങ്ങൾ നോക്കാതെ ഇട ദിവസങ്ങളിൽ വരിക. തിങ്കൾ ചൊവ്വ ബുധൻ പോലുള്ള ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഫോട്ടോഷൂട്ടിനായാലും ഫോട്ടോ എടുക്കാനായാലും ഒക്കെ നിങ്ങൾ ഇട ദിവസം വരുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞായർ ദിവസങ്ങളിൽ അതുപോലെ ഒഴിവ് ദിവസങ്ങളിലൊക്കെയും ഒരുപാട് ആളുകൾ ഇപ്പോൾ അറിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. അതുവരെയും ബൈ.